ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവ ലോകം ഇന്ന് പെസഹ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷ നടക്കും. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. പെസഹ ദിന ആശംസകളും. എങ്ങനെയാണ് ഈ കാൽകഴുകൽ ശുശ്രൂഷയും തുടർന്നുള്ള കർമ്മങ്ങളും ഒക്കെ പള്ളികളിൽ പുരോഗമിക്കുന്നത് ലിഷോയ്? മോത്തി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ലൂർദ് പള്ളിയിലാണ്. ഇവിടെ അല്പസമയം മുമ്പ് കാൽകഴുകൽ ശുശ്രൂഷ ആരംഭിക്കുകയും അത് പൂർത്തിയാക്കുകയും ചെയ്തു. തിരുക്കർമ്മങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൃശ്ശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്താണ് ഈ പെസഹ ദിനകർമ്മങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളിയുടെ തലേ ദിവസമായ പെസഹ വ്യാഴം ആചരിക്കുകയാണ്. അതായത് ഈ യേശു ശിഷ്യന്മാർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതും അതിനുശേഷം കാൽകഴുകൽ ശുശ്രൂഷ നടത്തിയതുമൊക്കെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള തിരുകർമ്മങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പെസഹ ദിന സന്ദേശവും ഉൾപ്പെടെയുള്ളവ ഇനി നടക്കേണ്ടതുണ്ട്. അതായത് ഈ പെസഹ ദിന തിരുകർമ്മങ്ങൾ തൃശ്ശൂരിൽ വിവിധ ദേവാലയങ്ങളിൽ ഇപ്പോൾ നടക്കുകയാണ്. ഇന്നിപ്പോൾ ഈ ലൂർദ് പള്ളിയിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് ആൻഡ്രൂസ് താഴത്ത് പിതാവാണ് നേതൃത്വം നൽകുന്നത്. പുത്തൻ പള്ളിയിൽ ബിഷപ്പ് നീലങ്കാവിൽ ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ്. എന്തായാലും വിവിധ ദേവാലയങ്ങളിൽ രാവിലെ 6:45 മുതലാണ് തൃശ്ശൂരിൽ അതിരൂപതയ്ക്ക് കീഴിലുള്ള ദേവാലയങ്ങളിൽ പെസഹ ദിന തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചത്. ശരി, അവിടെ പ്രാർത്ഥനകളുടെ ശബ്ദത്തിലാണ് ലിഷോയ് നിൽക്കുന്നത്. കൊച്ചിയിലും തിരുക്കർമ്മങ്ങൾ പുരോഗമിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ കൂടി. എത്രയോ സംഘർഷങ്ങളിലൂടെയാണ് ഓരോ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത്. നമ്മുടെ ആസ്പത്രികളാണെങ്കിലും നമ്മളുടെ പള്ളിക്കൂടങ്ങളാണെങ്കിലും ഇതൊക്കെ നടത്തുമ്പോഴും നമുക്കെന്ത് കിട്ടി എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലമില്ലെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഇവിടെ ഒന്നും നമുക്ക് കിട്ടണ്ട. നമുക്ക് കിട്ടേണ്ടത് കർത്താവിൻ്റെ രാജ്യത്തിലും കർത്താവിൻ്റെ നാട്ടിലുമാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകട്ടെ. ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 7 തുടങ്ങി 13 വരെയുള്ള വചനങ്ങൾ കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്നതാണ്. ഈ കാല് കഴുകുന്നതിൽ കർത്താവ് കാണിച്ച വലിയ ഒരു മാതൃകയുണ്ട്. കർത്താവ് തന്നെ പറയും, ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാതൃക വിനീതരായിട്ട് ജീവിക്കുന്നതാണ്, വിനയത്തോടെ ജീവിക്കുന്നതാണ്. ബി ഹംബിൾ. ഞാനും നിങ്ങൾ വിനീതരായിട്ട് ജീവിക്കുക. ഒരുപാട് തലക്കനം കാണിക്കാതിരിക്കുക. ഒരുപാട് കഴിവുകളുടെ വലിയ ബലപ്രയോഗം ഇല്ലാതിരിക്കുക. കാൽകഴുകൽ ശുശ്രൂഷയും ഒപ്പം മറ്റ് തിരുകർമ്മങ്ങളും നടക്കുകയാണ്. മാർ റാഫേൽ തട്ടേലിന്റെ പ്രസംഗമാണ് കേട്ടത്. അങ്ങനെ ലളിതമായി ജീവിക്കുക, തലക്കനമില്ലാതെ ജീവിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് അത് ഈ പെസഹ ദിനത്തിൽ നൽകാൻ കഴിയുന്നത്. എളിമയുടെ ദിനം കൂടിയാണ്. അതിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന ദിനം, അന്ത്യ അത്താഴത്തിൻ്റെ സ്മരണകളുള്ള ദിനം, പങ്കുവയ്ക്കലിൻ്റെയും എളിമയുടെയും ചേർത്തുപിടിക്കലിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമായിരിക്കട്ടെ നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയ ലിഷോയ്ക്ക് നല്ല ദിവസമായിരിക്കട്ടെ.